ഇറ്റലിയിലെ വെറോണ എന്ന മനോഹരമായ നഗരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ നഗരത്തിന്റെ തെരുവുകളിൽ മുഴുകിക്കേട്ടത് വെറുമൊരു പ്രണയകഥയല്ല, മറിച്ച് പകയുടെയും സ്നേഹത്തിന്റെയും ഒരു വലിയ യുദ്ധമായിരുന്നു. വെറോണയിൽ രണ്ട് പ്രബല കുടുംബങ്ങളുണ്ടായിരുന്നു. മോണ്ടെക് എന്ന കുടുംബവും കാപ്പുലെറ്റ് കുടുംബവും. അവർ തമ്മിലുള്ള പകയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആ പകയുടെ ഇടയിലേക്കാണ് വിധി അവരെ എത്തിച്ചത്. ഒരു രാത്രിയിൽ കാപ്പുലെറ്റ് കുടുംബം നടത്തിയ വിരുന്നിലേക്ക് റോമിയോ മോണ്ടെക് രഹസ്യമായി കടന്നു ചെല്ലുന്നു. അവിടെ വെച്ച് അയാൾ ആ കാഴ്ച കണ്ടു. അതിസുന്ദരിയായ ജൂലിയറ്റ്. ഒറ്റനോട്ടത്തിൽ തന്നെ അവർ പ്രണയത്തിലായി. പക്ഷേ ആ നിമിഷം തന്നെ അവർ തിരിച്ചറിഞ്ഞു, തങ്ങളുടെ പ്രണയം ലോകം ഒരിക്കലും അംഗീകരിക്കാത്ത രണ്ട് ശത്രു കുടുംബങ്ങൾക്കിടയിലാണെന്ന്. ലോകത്തിന്റെ കണ്ണു വെട്ടിച്ചവർ രഹസ്യമായി വിവാഹിതരായി. പക്ഷേ വിധി അവർ കാത്തുവെച്ചത് മറ്റൊരു വഴിയായിരുന്നു. റോമിയോക്കൊരു തർക്കത്തിനിടെ ജൂലിയറ്റിന്റെ ബന്ധുവായ ഡിബാൾട്ടിനെ കൊല്ലേണ്ടി വരുന്നു. അതിന്റെ ശിക്ഷയെ റോമിയോ നഗരത്തിൽ നിന്നും നാടുകടത്തി. ജൂലിയറ്റിനെ മറ്റൊരു വിവാഹത്തിന് വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ അവൾ ഒരു മരുന്ന് കഴിച്ച് മരണപ്പെട്ടതുപോലെ അഭിനയിക്കുന്നു. റോമിയോയ്ക്കൊപ്പം ഒളിച്ചോടാനായിരുന്നു അവളുടെ പദ്ധതി. പക്ഷേ ഈ വിവരം റോമിയോ അറിഞ്ഞില്ല. ജൂലിയറ്റ് ശരിക്കും മരിച്ചുവെന്ന് കരുതിയ റോമിയോ അവളുടെ അരികിലെത്തി വിഷം കഴിച്ച് ജീവൻ ഒടിഞ്ഞു. ഉറക്കമുണർന്ന ജൂലിയറ്റ് കണ്ട തന്റെ പ്രാണപ്രിയന്റെ മൃതദേഹമാണ്. അവനെ കൂടാതെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത അവൾ റോമിയോയുടെ കടാരയെടുത്ത് സ്വന്തം ഹൃദയത്തിലേക്ക് ആഴ്ത്തി. അവരുടെ മരണം ആ രണ്ട് കുടുംബങ്ങളെയും ബോധ്യപ്പെടുത്തി പക പ്രണയത്തെക്കാൾ വലുതല്ലെന്ന്. ഇന്നും വെറോണയിലെ ആ ബാൽക്കണി ഈ പ്രണയകഥയുടെ സാക്ഷിയായി.